ഹായ് ഹലോ, ഇന്നൊരു വാട്ട ഇഡ്ഡലിയുടെ ഡേ ആണ്. അപ്പം നമ്മളിന്ന് കാലത്ത് 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 2 ഇഡ്ഡലിയും സാമ്പാറുമാണ് കഴിച്ചത് കേട്ടോ. കൂടെ തന്നെ നമുക്ക് ചായ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ കേരളത്തിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി 2 ഇഡ്ഡലി തന്നെ മതിയാവും. അപ്പോൾ അബിക്കുട്ടനും എൻ്റെ അനിയൻ്റെ മോനുണ്ട് സച്ചു, അവനക്കും കാപ്പി കൊടുത്തിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കാപ്പി കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഉച്ചയ്ക്കൊരു 11:30 ആയി കാണും. ഞാൻ വാട്ടർമെലൺ കഴിച്ചു. അപ്പോൾ ഇത് അച്ഛൻ ചന്തയപ്പം മേടിച്ചിട്ട് വന്നതാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇവിടെ ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയി കാണും. നമ്മളിന്ന് ഉച്ചയ്ക്ക് നല്ല വിശാലമായിട്ടുള്ള ഊണാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പിന്നെ മാങ്ങാച്ചാറുണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു, നെത്തോലി മീൻ കറിയായിരുന്നു, കൂടെ തന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ഊണായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ സാമ്പാർ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വെച്ചതാണ് സാമ്പാർ. ആ സാമ്പാറും കൂട്ടിയാണ് നമ്മൾ ഉച്ചയ്ക്ക് മീൻകറി എല്ലാം കൂടെ കൂട്ടി ഒരു 2 മണിയൊക്കെ ഞാൻ ചോറ് കഴിച്ചപ്പോൾ കേട്ടോ. അതും കൊച്ചുകൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഊണ് കഴിച്ചത്. നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത്. പിന്നെ വൈകുന്നേരം നമ്മളൊരു 4:30 കഴിഞ്ഞു ചായയുടെ കൂടെ കഴിക്കാൻ നമുക്കിന്ന് കേക്കാണ്. ഇത് പൈനാപ്പിൾ ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ 4:30 ആയി ചായ കുടിച്ചപ്പോൾ. അപ്പോൾ അത് ഞാൻ അബിക്കുട്ടനും സച്ചുവൊക്കെ ആയിട്ടാണ് കഴിച്ചത്. പിന്നെ അവർ കഴിച്ചിട്ട് കളിക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ പിടിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കുവരകാണ് കേട്ടോ. നമ്മുടെ കുവരക കുറുക്കിയതാണ്. ഇത് ഒരു 11 മണിക്ക് അമ്മയ്ക്ക് കാച്ചി കൊടുത്തതാണ്. അമ്മ എല്ലാം കഴിച്ചില്ല, ബാലൻസ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് കശുവണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ചെറുതായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ. കശുവണ്ടിപ്പരിപ്പ് നമ്മുടെ വീട്ടിൽ ധാരാളം ഉണ്ട് കേട്ടോ. നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തിന് കശുമാവ് നിൽപ്പുണ്ട്. അപ്പോൾ നിറയെ കശുവണ്ടി ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ തീയിലിട്ട് ചുട്ടിട്ട് അത് ഈ കുവരകിൻ്റെ കൂടെ എടുത്ത് വെച്ചു കഴിക്കുവാണ്. അപ്പോൾ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. നല്ല പറയാതിരിക്കാൻ വയ്യ. കുവരക് നമ്മൾ എന്താ പറയുക, കരിപ്പോട്ടിയിൽ വേവിച്ചതാണ് കുവരക്. കരിപ്പോട്ടിയാണ് ഇട്ടത്. അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് പഞ്ചസാരയൊന്നും കൂടുതലിട്ടില്ല. കരിപ്പോട്ടിയും കുറച്ചിട്ടുള്ള, അത്രയ്ക്ക് മധുരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഈ അണ്ടിപ്പരിപ്പൊക്കെ ആയിട്ട് വെച്ചിട്ട് തിന്നമുണ്ടല്ലോ, എന്താ നല്ല ടേസ്റ്റ് എന്നറിയാമോ. അപ്പം ഞാൻ 7 മണിക്കാണ് കുവരക് കഴിച്ചത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെ രാത്രിയും കഴിച്ചത്. 9 മണിക്കാണ് ഞാൻ ചോറ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.